വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്മാരക ഹാളാണ് മലപ്പുറം നഗരസഭ നിർമ്മിച്ചിട്ടുള്ള ടൗൺ ഹാൾ. ഇത് മലപ്പുറം കോട്ടക്കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ സുവർണ താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രാജ്യം, അദ്ദേഹത്തിൻ്റെ പോരാട്ടവും സമരവും ഒക്കെ ഓർമ്മിക്കപ്പെടുന്ന ഒരു ഇടമാണ് മലപ്പുറം ജില്ലയിലെ കുന്നുമ്മൽ എന്ന ഈ പ്രദേശം. ഒരുപക്ഷെ മലപ്പുറത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗവും ഇത് തന്നെയാണ്. ആ കോട്ടക്കുന്നിലേക്ക് നമുക്കൊരു യാത്ര നടത്താം. അതിൻ്റെ നേർക്കാഴ്ചകൾ യാതൊരു എഡിറ്റിങ്ങുമില്ലാതെ കോട്ടക്കുന്നിലെ പ്രഭാത കാഴ്ചകൾ ഒന്ന് കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യാത്ര ഒന്ന് നടന്ന് കയറി പോകുന്നത്. ചെങ്കുത്തായ ചെറിയ പാതകളിലൂടെയുള്ള ഈ യാത്ര അതിൻ്റെ റോഡിലൂടെ കയറി ഏറ്റവും ഉയരമുള്ള കുന്നിൻ മുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മെ വിസ്മയിപ്പിക്കും. മലപ്പുറത്തിൻ്റെ ഉണർച്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റൊരു പ്രദേശത്തും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്ന് തന്നെയാണ് കോട്ടക്കുന്നിൻ്റെ അനുഭവം നമ്മെ പങ്കുവെക്കുന്നത്. കോട്ടക്കുന്ന് എന്ന് പറയുന്നത് ഒരു വിശാലമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയുടെ ഹൃദയ ഭൂമിയാണ് ഈ കോട്ടക്കുന്ന്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കാൽപാദങ്ങളോ പാദസ്പർശമോ ഒക്കെ ഇവിടെയൊക്കെ ഏറ്റിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ 1921 മലബാർ വിപ്ലവത്തിൻ്റെ സമരോചിത നായകൻ, ഏറെ നാളിൻ്റെ ഭരണാധികാരി ഒക്കെയായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് പട്ടാളം മഞ്ചേരിയിൽ നിന്ന് പിടിച്ച് കെട്ടിവലിച്ച് പ്രദർശിപ്പിച്ച് ക്രൂരകൃത്യങ്ങളിലോടുകൂടി കൊണ്ടുവന്ന് ഏറ്റവും അവസാനം നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയ ആ പ്രദേശം എന്ന നിലയിലാണ് കോട്ടക്കുന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിശാലമായ ഭൂപ്രദേശം തിട്ടപ്പെടുത്തി അളന്നെടുത്ത് ഇന്ന് ജനങ്ങൾക്ക് കയറുവാനും ഇറങ്ങുവാനും സ്മരണ പുതുക്കുവാനുമുള്ള ഒരു ഇടമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിരവധിയായ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇത് കോട്ടക്കുന്നിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആർട്ട് ഗാലറിയാണ്. അതിൻ്റെ മനോഹാരിത, ആ കുന്നിനെ സ്പർശിച്ച് നിൽക്കുന്ന ദൃശ്യഭംഗിയിൽ അലിഞ്ഞു ചേർന്നിരിക്കും. അവിടുത്തെ വൃക്ഷങ്ങളും അവിടുത്തെ പ്രകൃതിയും ഒക്കെ തന്നെ അതിന് അനുയോജ്യമാം വിധം എന്തോ ഒരു പരവതാനി വിരിച്ചതുപോലെ നമുക്ക് തോന്നും. കോട്ടക്കുന്നിലേക്ക് കയറി പോകുമ്പോൾ കുത്തനെയുള്ള ടാർ നിറച്ച റോഡ്, ആ ടാർ വിരിച്ച റോഡിലൂടെ ഒരുപാട് നടന്നു വേണം അങ്ങ് മുകളിൽ എത്താൻ. വാഹനങ്ങളിൽ വരാൻ സാധിക്കും. കോട്ടക്കുന്നിൻ്റെ ഏറ്റവും ശിഖരത്തിൽ വാഹനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ധാരാളം ആളുകൾ വാഹനത്തിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇവിടെ ഒരുക്കിയിട്ടുള്ള എല്ലാ രസകരമായ അനുഭവങ്ങളും കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു സന്ദർശനമായിട്ടാണ് ഇന്നത്തെ ഈ യാത്ര ഉപയോഗപ്പെടുത്തിയത്. കോട്ടക്കുന്നിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ 8 മണി കഴിഞ്ഞാൽ ഫീസ് ഒടുക്കി വേണം വാഹനങ്ങളൊക്കെ അകത്തേക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ അത് ചില ദിവസങ്ങളിലുള്ള ഇളവുകൾ, ചില സമയത്തിലുള്ള ഇളവുകളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. രാത്രി 9 മണി മുതൽ 4 മണി വരെ, അതുപോലെ തന്നെ രാത്രി 9 മണി മുതൽ പുലർച്ചെ 4 മണിക്കും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഇവിടെ സൗജന്യമായി കടന്നു വരുന്നു. ഒപ്പം 8 മണി വരെ അവരുടെ ആ കോട്ടക്കുന്നിലുള്ള സന്ദർശനവും മറ്റുമൊക്കെ തുടങ്ങും. രാത്രി 9 മണിക്ക് ഇവിടെ കോട്ടക്കുന്നിലെ ഗേറ്റുകൾ അടയ്ക്കുകയും 4 മണിക്ക് തുറക്കുകയും ചെയ്യും എന്നാണ് ഏറ്റവും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും 9 മണിക്ക് ശേഷമാണ് ഇവിടെ സൗജന്യമായിട്ട് കയറാൻ സാധിക്കുക. അത് 8 മണി വരെ തുടരും. 8 മണി കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകളൊക്കെ ഫീസ് കൊടുക്കണം. അങ്ങനെ വേണം അവിടെ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യാനുള്ളത്. ഇവിടെ കോട്ടക്കുന്നിൽ എത്തുമ്പോൾ നിരവധി ആളുകൾ വ്യായാമത്തിലും അതുപോലെ തന്നെ ഉല്ലാസപരമായ കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആളുകൾ ഓടുവാനും നടക്കുവാനും അതുപോലെ അവിടെ വന്നു നിന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുവാനുമൊക്കെ
ഉപയോഗിക്കുന്നത് ധാരാളം കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സംഘത്തെ കാണാൻ സാധിച്ചു. അതിൽ സ്ത്രീകളുമുണ്ട് എന്നുള്ളതാണ്. മലപ്പുറത്തിൻ്റെ ഏറ്റവും മനോഹരമായ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ജനകീയമായ ഇത്തരമൊരു വേദി എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിനു മുമ്പ് പല യാത്രകളും പലയിടങ്ങളിലും നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം കാണാൻ സാധിച്ചിട്ടില്ല. വ്യത്യസ്തമായ ഇടത്തു നിന്ന് വരുന്ന ആളുകളും അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പങ്കാളിത്തത്തോടെ മലപ്പുറത്തെ ഈ കോട്ടക്കുന്നിൻ്റെ മുകളിലുള്ള ആ മൈതാനിയിൽ നിന്നുകൊണ്ട് യോഗ അഭ്യാസം ചെയ്യുന്നു. അത് ഒരു ലീഡറുടെ കീഴിലാണ് എന്നുള്ളതും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഇവർക്ക് വാട്സാപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാവാം. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ കോട്ടക്കുന്ന് കേന്ദ്രീകരിച്ച് പ്രശസ്തരായ നിരവധി ആളുകൾ രാവിലെ നടക്കുന്നതിനും മെഡിറ്റേഷൻ ചെയ്യുന്നതിനും അതുപോലെ യോഗ അഭ്യസിക്കുന്നതിനും ഒക്കെ ആയിട്ട് പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കി അതിലേക്ക് വരുന്നു എന്നാണ്. ഞാൻ ഈ നടക്കുന്നതിനിടയിൽ പല ഘട്ടങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആളുകളെ കാണുമ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു. അപ്പോൾ അതിനവർ മറുപടി പറയുകയും അവരുടെ എക്സ്ക്യൂസ് പറഞ്ഞ് പോവുകയും ചെയ്യുന്ന ഒന്നുണ്ട്. അപ്പോൾ വലിയ സൗഹൃദത്തിൻ്റെയും അതുപോലെ തന്നെ ഈ യാത്രകളിൽ പ്രഭാത സവാരികളിലൊക്കെ പങ്കെടുക്കാത്തത് എന്ത് എന്ന് ചോദ്യമുയർത്തുന്ന അതിന് മറുപടി പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഇടം കൂടി ഈ കോട്ടക്കുന്നിൽ ദർശിക്കാൻ സാധിച്ചു. അതാണ് പ്രഭാത സവാരികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലുള്ള ആളുകളുടെ നടത്തവും ഓട്ടവും അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷേ മറ്റു മേഖലകളിൽ നമ്മൾ ഒരു പക്ഷേ പ്രഭാത സവാരി ചെയ്തു പോകുമ്പോൾ രാത്രി പുലർച്ചെ ഒക്കെ ആകുന്ന സന്ദർഭത്തിൽ സന്ധ്യാസമയങ്ങളിലൊക്കെ നിരവധി ആളുകൾ നടക്കുന്നതും പോകുന്നതും ഒക്കെ റോഡ് സൈഡുകളിലൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും ഇതുപോലുള്ള വലിയൊരു കേന്ദ്രത്തിൽ ഇത്തരം ഒത്തുകൂടലിൽ യോഗ അഭ്യസിക്കുന്നതും മറ്റുമൊക്കെ നല്ലൊരു രസകരമായ കാഴ്ചയായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ഓരോ മൈതാനങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ച് എന്തോ ഒരു രസകരമായ ഒരു അനുഭവം ഇതിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്കുകളും അവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും അമ്യൂസ്മെൻറ്റ് പാർക്കും മറ്റും തുടങ്ങി നിരവധി കാഴ്ചയൊരുക്കുന്ന ഉല്ലാസമൊരുക്കുന്ന അതിന് മനോഹരമായ വിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു രീതി കോട്ടക്കുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുവഴി അവിടെ നിരവധി ഫെസ്റ്റിവലുകൾ പല ഘട്ടങ്ങളിലും നടക്കാറുണ്ട്. ഞാൻ മുമ്പ് 1-2 പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഫെസ്റ്റിവലും അതുപോലുള്ള വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്ന സന്ദർഭത്തിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ലൈറ്റ് ഷോയും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ കോട്ടക്കുന്ന് എന്നുള്ളത് മലപ്പുറത്തിൻ്റെ മലയുടെ മുകളിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ മൈതാനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് നോക്കുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത്രയും ഉയരത്തിലാണ് ഈ മലയുടെ സ്ഥാനം എന്നുള്ളത്. പക്ഷേ എങ്കിലും ഈ കുന്നിന് മുകളിൽ ഇങ്ങനെയുള്ള പാർക്കുകളും കുട്ടികളുടെ പാർക്കുകളും കുട്ടികളുടെ കളിസ്ഥലങ്ങളും അവരുടെ 3D തിയേറ്ററുകളും അങ്ങനെ വ്യത്യസ്തമായ നല്ല ഒരു കാഴ്ച ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത്. ആ കാഴ്ചകൾ കാണാനും ആസ്വദിക്കുവാനും നിരവധി ആളുകൾ നിരന്തരം കടന്നു വരുന്നു എന്നതും ഒരു രസകരമായ അല്ലെങ്കിൽ കൗതുകകരമായ ഒരു നല്ല അനുഭവമാണ്. ഇവിടെ നടക്കുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭൂതിയുണ്ട്. അതിന് പ്രത്യേകമായൊരു എന്താ പറയുക, ഒരു കൗതുകം നൽകുന്ന ഒരു നടത്തത്തിൻ്റെ ചുറ്റിക്കറങ്ങലിൻ്റെ കാഴ്ചകളുടെ ഒരു വിശാല ലോകം തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. എത്ര നടന്നാലും എത്തിച്ചേരാത്ത കറങ്ങി വീണ്ടും വരുന്ന അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള വിശാലമായ ഒരിടം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്ന തരത്തിൽ ഇതിൻ്റെ ഭാഗങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതും ഒരുപക്ഷെ നഗരസഭയുടെ നല്ല ഒരു വരുമാനത്തിൻ്റെ ആ ഒരു ഭാഗവും ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും അവർ ഒരുക്കിയെടുക്കുക. ഇങ്ങനെ തണൽ മരങ്ങൾ, ഈ മരങ്ങളുടെ സംബന്ധിച്ച് കുറച്ച് നേരം നിന്ന് ചിന്തിച്ചപ്പോൾ എത്ര രസകരമാണെന്നറിയുമോ ഈ മരങ്ങളുടെ ഒരു ഒരുക്കം, അത് അതിൻ്റെ വളർച്ച, അതിൻ്റെ ശിഖരങ്ങൾ, അത് നൽകുന്ന തണൽ, അത് നൽകുന്ന ഒരു കുളിർമ, ഇതൊക്കെ പ്രഭാതത്തിലും അതുപോലെ തന്നെ മധ്യാഹ്നത്തിലും സായാഹ്നത്തിലുമൊക്കെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എന്തായാലും മലപ്പുറം കോട്ടക്കുന്ന് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ചരിത്രങ്ങളിൽ അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഏറനാടിൻ്റെ ഭരണാധികാരിയായ
ആ വിപ്ലവകാരിയായ നേതാവിനെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയും അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആ സ്ഥലം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കത്തിച്ച് ചാരമാക്കി മാറ്റി അത് മണ്ണിലേക്ക് ലയിപ്പിച്ച ഇടം എന്ന നിലയിലും കോട്ടക്കുന്ന് ചരിത്രത്തിലേറെ പ്രസക്തമായി, ചരിത്രത്തിലേറെ വാഴ്ത്തപ്പെടുന്ന, ഓർമ്മിപ്പിക്കപ്പെടുന്ന വലിയ പ്രശസ്തമായിട്ടുള്ള ഒന്നായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടക്കുന്നിൽ നിന്ന് കയറി വരുമ്പോൾ ആദ്യമായി കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്മാരകം തന്നെയാണ്. ആ സ്മാരകത്തെ സംബന്ധിച്ചും ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഈ അടുത്ത സമയത്ത് രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാടിന് വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടം നയിച്ച ഒരു മനീഷിയായ മനുഷ്യൻ്റെ ആത്മാർത്ഥതയും വിശ്വസ്തതയും സത്യസന്ധതയും ആ നിഷ്കളങ്കതയും ഈ കോട്ടക്കുന്ന് അതിൻ്റെ ഓരോ കാറ്റിലും അതിൻ്റെ ഓരോ മരച്ചില്ലകളുടെ ഇലയനക്കത്തിലുമൊക്കെ സൂക്ഷ്മമായി പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നടക്കുമ്പോൾ ആ നടത്തത്തിൽ ഓരോ സന്ദർഭത്തിലും തോന്നിയിരുന്നു. ഏതായാലും മലപ്പുറം കോട്ടക്കുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളത്, ആ കാഴ്ചകൾ മറ്റ് നിങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലും ചാരിതാർത്ഥ്യമുണ്ട്. സന്തോഷം.